ഗൂഗിൾ പേ കഴിഞ്ഞാൽ ഏറ്റവും ജനപ്രിയ പേയ്മെൻറ്റ് ആപ്പാണ് ഫോൺ പേ. ലളിതമാണെങ്കിലും പലരും ആദ്യം പ്രാധാന്യം നൽകുന്നത് ഗൂഗിൾ പേയ്ക്ക് തന്നെയാണ്. എന്തെങ്കിലും കാരണവശാൽ പണം പോയില്ലെങ്കിൽ മാത്രമാകും ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പോലും ഫോൺ പേ നമ്മൾ തിരഞ്ഞെടുക്കുക. അതിനാൽ ഫോൺ പേയുടെ ഉപയോഗം തീരെ കുറവായിരിക്കും മിക്ക ആളുകളുടെയും ഫോണിൽ. എന്നാൽ അങ്ങനെയുള്ളവർ ഇനിയൊന്ന് കരുതിയിരിക്കുന്നത് നല്ലതാണ്. ഒരു വർഷത്തിലേറെയായി അനക്കമില്ലാതെ കിടക്കുന്ന വാലറ്റുകൾക്ക് പിഴ ഈടാക്കാനാണ് ഫോൺ പേയുടെ പുതിയ തീരുമാനം. വാലറ്റ് ഇനാക്ടിവിറ്റി മെയിൻ്റനൻസ് ഫീസ് എന്ന പേരിൽ 100 രൂപ വീതം ഈടാക്കാനാണ് കമ്പനിയുടെ തീരുമാനം. ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിലും ഫോൺ പേ വാലറ്റ് ഉപയോഗിക്കാത്ത ലക്ഷക്കണക്കിന് സാധാരണക്കാരെ ബാധിക്കുന്നതാണ് പുതിയ പരിഷ്കാരം. ഒരു വർഷത്തിലേറെയായി വാലറ്റ് വഴി യാതൊരുവിധ ഇടപാടുകളും നടത്താത്തവരെ ലക്ഷ്യമിട്ടാണ് കമ്പനിയുടെ ഈ നീക്കം. പിഴ ഈടാക്കുന്ന സമയത്ത് നിങ്ങളുടെ വാലറ്റിൽ 100 രൂപയിൽ കൂടുതൽ ബാലൻസ് ഉണ്ടെങ്കിൽ അതിൽ നിന്ന് നേരിട്ട് 100 രൂപ കമ്പനി ഈടാക്കും. നിഷ്ക്രിയമായി കിടക്കുന്ന അക്കൗണ്ടുകളുടെ മെയിൻ്റനൻസിനും ആപ്പിൻ്റെ സുഗമമായ നടത്തിപ്പിനുമായി ഈ തുക വിനിയോഗിക്കുമെന്നാണ് ഫോൺ പേയുടെ ഔദ്യോഗിക വിശദീകരണം. ഇനി വാലറ്റിൽ 100 രൂപ ഇല്ലെന്നിരിക്കട്ടെ, എത്ര രൂപയുണ്ടോ അത് പിഴയായി ഈടാക്കും. ഇതോടെ നിങ്ങളുടെ വാലറ്റ് ബാലൻസ് പൂജ്യമായി മാറുകയും ചെയ്യും. എന്നാൽ ബാങ്ക് അക്കൗണ്ടുകളിലെ പോലെ മിനിമം ബാലൻസ് പിഴ പോലെ വാലറ്റ് ബാലൻസ് പിഴ ഒരിക്കലും ഈടാക്കില്ലെന്നും ഫോൺ പേ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്താണ് ഒരു വാലറ്റിനെ ഇനാക്റ്റീവ് അല്ലെങ്കിൽ നിഷ്ക്രിയ ഗണത്തിൽ പെടുത്താനുള്ള മാനദണ്ഡമെന്നും കമ്പനി കൃത്യമായി നിർവചിക്കുന്നുണ്ട്. കഴിഞ്ഞ 365 ദിവസത്തിനുള്ളിൽ വാലറ്റ് വഴി ഒരൊറ്റ സാമ്പത്തിക ഇടപാട് നടത്തിയിട്ടില്ലെങ്കിൽ ആ വാലറ്റ് നിഷ്ക്രിയമായി കണക്കാക്കും. വാലറ്റിൽ പണം ലോഡ് ചെയ്യുകയോ വാലറ്റ് പണം ഉപയോഗിച്ച് പേയ്മെൻറ്റ് നടത്തുകയോ ചെയ്യാത്തവർ മാത്രമാണ് ഇതിൻ്റെ പരിധിയിൽ വരിക. ഫോൺ പേ ആപ്ലിക്കേഷനിൽ പ്രവേശിക്കുക, UPI ഇടപാടുകൾ നടത്തുക, ഓൺ ആപ്പ് കാറ്റഗറി പേയ്മെൻറ്റുകൾ നടത്തുക, അല്ലെങ്കിൽ റീചാർജ്, ബിൽ പേയ്മെൻറ്റുകൾ, ക്രെഡിറ്റ് കാർഡുകൾ, ലോണുകൾ, ഇൻഷുറൻസ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും വാലറ്റ് ഇതര ഇടപാടുകൾ, KYC നൽകൽ എന്നീ പ്രവർത്തനങ്ങൾ ചെയ്താലും പിഴയിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല. തങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് അക്കൗണ്ടിൽ നിന്ന് പണം നഷ്ടപ്പെടുമോ എന്നും ഭയക്കേണ്ടതില്ലെന്നും കമ്പനി വ്യക്തമാക്കുന്നുണ്ട്. വാലറ്റ് നിഷ്ക്രിയമാണെന്ന് കണ്ടെത്തി പണം ഈടാക്കുന്നതിന് കൃത്യം 15 ദിവസം മുമ്പ് ഉപഭോക്താവിന് ഫോൺ പേ ഔദ്യോഗികമായി മുന്നറിയിപ്പ് നൽകും. നിശ്ചിത സമയത്തിനകം ഉപഭോക്താവ് വാലറ്റ് ഉപയോഗിച്ച് ഇടപാട് പൂർത്തിയാക്കുകയാണെങ്കിൽ വാലറ്റ് സ്റ്റാറ്റസ് ഇനാക്റ്റീവ് എന്നതിൽ നിന്ന് ആക്റ്റീവായി മാറുകയും ചെയ്യും. തുടർന്ന് ഉപഭോക്താവിൽ നിന്ന് യാതൊരുവിധ ഫീസും ഈടാക്കത്തില്ല. സാധാരണ രീതിയിൽ വാലറ്റ് ഉപയോഗം തുടരാൻ ഇതിലൂടെ സാധിക്കും. ഡിജിറ്റൽ ഇടപാടുകൾ സജീവമാക്കാൻ ഈ നീക്കം ഉപകരിക്കുമെന്നാണ് കമ്പനിയുടെ വിലയിരുത്തൽ. എന്നാൽ കമ്പനിയുടെ കർശനമായ മുന്നറിയിപ്പ് ലഭിച്ചിട്ടും 15 ദിവസമായിട്ടും അത് അവഗണിക്കുകയോ ശ്രദ്ധിക്കാതിരിക്കുകയോ ചെയ്താൽ കൃത്യം 15-ാം ദിവസം വാലറ്റ് ബാലൻസിൽ നിന്ന് ഫീസ് കുറയ്ക്കും. ക്വാർട്ടർ തിരിഞ്ഞുള്ള കണക്കെടുപ്പിലാകും ഈ തുക നഷ്ടപ്പെടുക. ഇത് സംബന്ധിച്ചുള്ള നോട്ടിഫിക്കേഷനുകൾ ഉപയോക്താക്കളുടെ ഫോണിലേക്ക് അയച്ചു തുടങ്ങിയിട്ടുണ്ട്. സാധാരണയായി UPI ID ബാങ്ക് അക്കൗണ്ടുമായി നേരിട്ട് ബന്ധിപ്പിച്ചാണ് ഭൂരിഭാഗം പേരും ഫോൺ പേ ഉപയോഗിക്കുന്നത്. വാലറ്റിലേക്ക് പണം മാറ്റുന്നവരുടെ എണ്ണം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കുറവാണ്. പണ്ട് ഓഫറുകളുടെയും ക്യാഷ് ബാക്കുകളുടെയും ഭാഗമായി വാലറ്റിൽ വന്ന പണം പലരും ഉപയോഗിക്കാതിട്ടിട്ടുണ്ടാകാം. അങ്ങനെയുള്ള തുകകളും ഇനി വരും ദിവസങ്ങളിൽ ഫോൺ പേ അക്കൗണ്ടിലേക്ക് തന്നെ തിരിച്ചെടുക്കാനാണ് സാധ്യത. ഡിജിറ്റൽ ഫിനാൻഷ്യൽ രംഗത്ത് ഉപയോക്താക്കളെ സജീവമായി നിലനിർത്താൻ കമ്പനികൾ ഇത്തരം കടുത്ത നടപടികളിലേക്ക് കടക്കുന്നത് ഇതാദ്യമായിട്ടല്ല. എങ്കിലും ഉപയോക്താക്കളുടെ അറിവോ സമ്മതമോ ഇല്ലാതെ വാലറ്റ് ബാലൻസ് ഇല്ലാതാകുന്നത് സാധാരണക്കാരായ ഉപയോക്താക്കൾക്കിടയിൽ വലിയ പ്രതിഷേധത്തിനും കാരണമാകാറുണ്ട്.